ഹോപ്കിൻസ് സ്കൂൾ ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായിട്ടുള്ള ആ ഒരു ഹോപ്കിൻസ് സ്കൂൾ ഓഫ് മെഡിസിൻ ഓർഗനൈസ് ചെയ്തെടുത്തത് ഒരു വെറും സാധാരണക്കാരനായ സർ വില്യം ഓസിയർ എന്ന് പറയുന്ന ഒരു മഹാനാണ്. അദ്ദേഹം പറഞ്ഞത്, ഒരു വെറും സാധാരണക്കാരനായ ഞാൻ ഇത്രയും വലിയ ഒരു പ്രസ്ഥാനത്തിനെ പടുത്തുയർത്താൻ സാധിച്ചത് ഒരു 21 വാക്കുകൾ അടങ്ങിയിരിക്കുന്ന ഒരു സെൻറ്റൻസിൽ നിന്നാണ്. അത് സെൻറ്റൻസ് എന്ന് പറഞ്ഞുകൂടാ, ഡേ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് എന്നാണ് അതിന് പറയുന്നത്. ഡേ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സ് എന്ന് വെച്ചാൽ വളരെ ദൂരെയുള്ള കാര്യങ്ങൾ, നമുക്ക് നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാത്ത ദൂരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് നേടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തും നമുക്ക് കീഴടക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ട്രെയിൻ ആലോചിച്ച് നോക്കുക. ആ ട്രെയിനിന് ഒരുപാട് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഒരു തീപിടുത്തമോ ഒരു അപകടമോ ഉണ്ടായാൽ ആ ഒരു കമ്പാർട്ട്മെൻറ്റ് മാത്രം നമുക്ക് ഡിസ്മാൻറ്റിൽ ചെയ്ത് വേർപെടുത്തി എടുക്കാൻ സാധിക്കും. അതേസമയത്ത് അങ്ങനൊരു സിസ്റ്റം ഇല്ലായിരുന്നുവെങ്കിൽ ആ ഒരിടത്ത് സംഭവിക്കുന്ന ഒരു ദുരന്തം ആ ട്രെയിനിനെ മുഴുവനും നെഗറ്റീവായിട്ട് ബാധിച്ചേനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിയല്ലേ? അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം. നമ്മൾ ഒരിക്കലും ഈ ട്രെയിൻ ഒന്നിനു പുറകെ ഒന്നായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി അതും ഓടിച്ചുകൊണ്ട് നടക്കരുത്. നമ്മൾ നാളെ എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചറിൽ ഒരു വാതിലിട്ട് അടച്ചേക്കുക. ഇന്നലെ എന്ന് പറയുന്ന ഒരു വാതിലും നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ ഉണ്ട്, നാളെയുമുണ്ട്. ഇന്നലെ എന്നുള്ളതിന് വാതിലിട്ട് അതിനെ അടയ്ക്കുക. ഇന്ന് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിക്കുക. അതുകൊണ്ട് നാളെ ഇല്ലേ എന്ന് ഇങ്ങനെ പറയുമ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നാളെ ഇല്ലേ? നാളേക്ക് വേണ്ടിയാണല്ലോ ഈ കിടന്ന ആളുകളെല്ലാം കഷ്ടപ്പെടുന്നത്. നാളെ ഉണ്ട്. ആ നാളേക്ക് വേണ്ടി നമ്മൾ ചെയ്യണമെങ്കിൽ ഇന്ന് വളരെ ബുദ്ധിപൂർവ്വം ഇന്ന് ജീവിക്കണം. നാളേക്ക് വേണ്ടി ആയിരിക്കരുത് ഇന്ന് ജീവിക്കുന്നത്. ഇന്നൊരു ദിവസം നിങ്ങൾക്ക് കിട്ടിയാൽ അത് ബുദ്ധിപരമായിട്ട് നിങ്ങൾ ജീവിക്കുക. ഇന്ന് ഉത്സാഹഭരിതമായി ജീവിക്കുക. ബി എൻതൂസിയാസ്റ്റിക്. ഇന്ന് ചെയ്യേണ്ട ജോലികളെല്ലാം ഇന്ന് ചെയ്യുക. ഇന്ന് നിങ്ങളുടെ പരമാവധി കഴിവിൻ്റെ പരമാവധി ജോലികൾ ചെയ്യുക. ഇന്ന് നിങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പെരുമാറുക. അപ്പോൾ ഇന്നെങ്ങനെ നിങ്ങൾ ജീവിക്കുന്നോ അതാണ് നിങ്ങളുടെ നാളെ എന്ന് നിങ്ങൾ മറക്കരുത്. പലരും മറന്നു പോകുന്നത് നാളത്തേക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഒരുപാട് പേരെ എനിക്കറിയാം, കുഞ്ഞുങ്ങളുടെ നാളത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇന്ന് അവരൊരുപാട് കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഈ കുഞ്ഞുങ്ങളോട് അല്പസമയം ചെലവഴിക്കാനോ അവരോട് ഉത്തരവാദിത്വമോ അവരോട് സ്നേഹം പ്രകടനങ്ങൾ നടത്താനോ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനോ അവർക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ അവർ പറയുന്നത്, ഇന്ന് ഞാൻ ഈ കിടന്ന് ഓടുന്നത് നാളത്തെ ഒരു തലമുറയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതൊരു വിരോധാഭാസമാണ്. ഇന്ന് നിങ്ങൾ ശ്രമിക്കുക, നാളെ വരും. ഇന്ന് നിങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയിരിക്കുക. നാളെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നാളെ ഓർത്തുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അത് ഈ ട്രെയിനിൽ ഒരു സ്ഥലത്ത് വരുന്ന ദുരന്തം എല്ലായിടത്തോട്ടും പോകുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ യേശുക്രിസ്തു ഫോളോ ചെയ്യുന്ന ഒരു വലിയ ജനസമൂഹമുണ്ട്. ലോകത്ത് ഭൂരിപക്ഷം ആളുകളും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങൾ ആരും ഫോളോ ചെയ്യാറില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും നാളത്തേക്ക് വേണ്ടി കരുതി വയ്ക്കണ്ട. ഇന്നത്തെ ബ്രെഡ് ഇന്ന് ലഭിക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇന്നത്തെ ബ്രെഡും കഴിഞ്ഞ് നാളത്തേക്കും കൂടെ കൂട്ടി വെച്ചുകൊണ്ട് അതിനു വേണ്ടിയുള്ളൊരു പരിശ്രമത്തിൽ ഇന്നത്തെ പല കാര്യങ്ങളും നമ്മൾക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതിന് 2-3 ചോദ്യങ്ങൾ. നമ്മൾക്ക് ഇന്ന് ഒരു മനോഹരമായ റോസാപ്പൂ വേണോ, അതോ ഒരിക്കലും കിട്ടാത്ത നമ്മുടെ റീച്ചിൽ പോലും അല്ലാത്ത ഒരു വലിയ പൂങ്കാവനം സ്വപ്നം കണ്ട് കഴിയണോ? അതാണ് നമ്മുടെ മുമ്പിൽ ചോദ്യം. ഇന്ന് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കണോ, അതോ ഇന്നലത്തെ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ദുഃഖിതരാകണോ? ഇന്ന് നമ്മൾ നാളത്തെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടണോ? ഇത് സ്വയം ചോദിച്ചുകൊണ്ട് അതിൻ്റെ ഉത്തരം കണ്ടെത്തി ഇന്ന് ഒരു കമ്പാർട്ട്മെൻറ്റ് നമ്മുടെ ഇന്ന് സുഖപ്രദമാക്കുക. നാളെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അടുത്ത 1 മാസത്തിനുള്ളിൽ നിങ്ങൾ മരിച്ചു പോകും എന്നൊരു ഡോക്ടർ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രയോറിറ്റികൾ തന്നെ മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം പിന്നെ നമ്മൾക്ക് നാളെ എന്നൊന്നില്ല.
അപ്പം പഴയ കണക്കുകൾ തീർക്കുക. കണക്കുകൾ തീർക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം ദുഃഖിച്ചിട്ടുള്ള ആളുകളോട് മാപ്പ് ചോദിക്കുക. നമ്മുടെ ഇത്രയും രൂപ നമ്മൾ എന്തിനു സമ്പാദിച്ചോ അത് ആളുകൾക്ക് വീതിച്ചു കൊടുക്കുക. ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അനാഥ മന്ദിരങ്ങൾക്ക് കൊടുക്കുക, ക്ഷമ ചോദിക്കുക. അപ്പം മരണം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അത് ഇന്ന് അവർ ജീവിക്കാൻ തീരുമാനിക്കുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നാളത്തെ വാതിലുകൾ അടയ്ക്കുക. ഇന്നലത്തെ വാതിലും അടച്ചിട്ട് ഇന്ന് വളരെ ഇൻ്റലിജൻ്റായിട്ട്, വളരെ എന്തൂസിയാസ്റ്റിക്കായിട്ട് ഇന്ന് ജീവിക്കുക. നാളെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവാതിരിക്കട്ടെ.